ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പരിശുദ്ധ റമളാനിൻ്റെ പുണ്യം കൊണ്ട്, റമളാനിലെ നോമ്പിൻ്റെ ബറക്കത്ത് കൊണ്ട്, റമളാനിലെ അമലുകളുടെ ഫളല് കൊണ്ട് സാധുക്കളായ നമുക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ധാരാളം ആളുകളെ വിശുദ്ധ റമളാനിൽ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് അവൻ്റെ റഹ്മത്ത് കൊണ്ട് കടത്തിവിടുന്നവരാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നമ്മുടെ ധാരാളം മരണപ്പെട്ടു പോയ ഉറ്റവരും ഉടയവരുമായ ആളുകൾ ഖബറിൽ വിശ്രമിക്കുന്നു. അള്ളാഹു അവർക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ പറഞ്ഞു വരുന്നത് പരിശുദ്ധ നിസ്കാരത്തിന് അനിവാര്യമായ ഘടകമാണ് വുളൂ. ആ വുളൂ നമ്മൾ തുടങ്ങി അതിൻ്റെ നിയ്യത്തിലൂടെ വന്നു മുഖം കഴുകി. മുഖത്തിലാണ് ഇപ്പം നമ്മളുള്ളത്. മുഖം എന്ന് പറയുമ്പോൾ എന്താണ് മുഖത്തിൻ്റെ പരിധി, എവിടെയാണ്? മഹാന്മാരായ പണ്ഡിതന്മാർ ഫുഖഹാ രേഖപ്പെടുത്തുന്നുണ്ട്, വഹുവ തൂലൻ, മുഖത്തിൻ്റെ നീളം എന്ന് പറയുന്നത് മാ ബൈന മനാബിത്തി ഷഅരി റഅ്സിഹി വതഹ്തി മുൻതഹ ലഹിയൈഹി, തലമുടി മുളക്കാറുള്ള നെറ്റിയുടെ മുകൾ ഭാഗം മുതൽ രണ്ട് താടിയെല്ല് കൂടുന്ന താഴ്ഭാഗം വരെ, അതാണ് മുഖത്തിൻ്റെ നീളം. അതുപോലെ തന്നെ വഅറളൻ, മുഖത്തിൻ്റെ വീതി പറയുന്നത് മാ ബൈന ഉദ്നൈഹി, രണ്ട് ചെവിയുടെയും ഇടയിൽ, രണ്ട് ചെവിക്കുറ്റിയുടെ ഇടയിൽ, ഇത്രയും ഭാഗമാണ് മുഖത്തിന് നിശ്ചയിച്ചത്. ഇതിനിടയിൽ പല രോമങ്ങളുണ്ടാകും, പുരികമുണ്ടാകും, ഇമയുണ്ടാകും, അതുപോലെ തന്നെ താടിയിൽ തന്നെ കവളത്തുള്ള താടി, എല്ലിൻ്റെ മുകളിലുള്ള താടി, മീശ, ഇങ്ങനെ തുടങ്ങിയ ധാരാളം രോമങ്ങൾ മുഖത്തിലുണ്ടാകാം. അതെല്ലാം വുളൂയിൽ പൂർണ്ണാർത്ഥത്തിൽ കഴുകൽ നിർബന്ധമാണ്. അതിൻ്റെ ഉള്ളിലേക്കെല്ലാം വെള്ളമെത്തിച്ച് മുഖത്തിൻ്റെ തൊലിഭാഗം നനയണം. ആ രൂപത്തിലാണ് മുഖം കഴുകേണ്ടത്. എത്രത്തോളം നമ്മുടെ രണ്ട് ചുണ്ടിൻ്റെയും ചുമപ്പ് കളറായി നിൽക്കുന്ന ആ ഭാഗം, തുറന്ന ആ ഭാഗം, അത് മുഖത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് മുഖം കഴുകുമ്പോൾ അതും വളരെ ശ്രദ്ധിച്ച് കഴുകണം എന്ന് പറയുന്നുണ്ട്. താടി പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം തിങ്ങിയ താടിയാണെങ്കിൽ, നല്ല തിക്കുള്ള താടിയാണെങ്കിൽ, പരസ്പരം നോക്കിയാൽ ഉള്ളിലേക്ക് കാണാത്ത രൂപത്തിൽ അങ്ങനത്തെ താടിയാണെങ്കിൽ തിക്കകറ്റിൽ സുന്നത്തുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം എത്തിയെന്ന് ഉറപ്പ് അത് അനിവാര്യമില്ല എന്ന് മഹാന്മാർ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അല്ലാത്ത രൂപത്തിൽ നേരത്തെ പറയപ്പെട്ട എല്ലാ ഭാഗങ്ങളിലും ഈ മുഖത്തിന് നമ്മൾ പരിധി പറഞ്ഞതിൻ്റെ ഇടയിലുള്ള, ചിലപ്പോൾ നെറ്റിയിൽ തന്നെ ചെറിയ ചെറിയ വെള്ള രോമങ്ങളുണ്ടാകും, തലമുടി മുളക്കുന്നതിൻ്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ട്, അതെല്ലാം മുഖത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അവിടങ്ങളിലൊക്കെ വെള്ളം എത്തിക്കണം. അതുപോലെ തന്നെ ചെവിയുടെ ഭാഗം, ചെവിക്കുറ്റി മുഖത്ത് പെട്ടതല്ലെങ്കിലും അതിൻ്റെ ഇടക്കാണെങ്കിലും അതിലേക്കൊക്കെ വെള്ളം എത്തിക്കണം. നിർബന്ധത്തിന് വേണ്ടി നിശ്ചയിച്ച പരിധിയുടെ അപ്പുറത്ത് കുറച്ചുകൂടി മുകളിലേക്കൊക്കെ വെള്ളം എത്തുമ്പോഴാണ് മുഖം പൂർണ്ണമായി കഴുകിയെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ അതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി, അത് ഫുഖഹാ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതായത് വയജിബു ഗുസ്ലു മാ ലാ യതഹഖഖു ഗുസ്ലു ജമീഇഹി ഇല്ലാ ബിഗുസ്ലിഹി ലിഅന്ന മാ ലാ യതിമുൽ വാജിബു ഇല്ലാ ബിഹി വാജിബുൻ. മുഖത്തിന് നമ്മൾ നിശ്ചയിച്ച പരിധിയുണ്ട്. ആ പരിധിയിൽപ്പെട്ട സ്ഥലം പൂർണ്ണമായി നനഞ്ഞു, അത് കഴുകിയെന്ന് ഉറപ്പ് കിട്ടണമെങ്കിൽ കുറച്ചുകൂടി അതിൻ്റെ അപ്പുറത്തൊക്കെ നീട്ടിക്കഴുകണം. അപ്പോൾ അതുകൂടി കഴുകൽ നിർബന്ധമാകും. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ ഭാഗത്തിൽ നിന്ന് കുറച്ച് അപ്പുറത്തുപ്പുറത്തൊക്കെ തലഭാഗത്തും ചെവിയുടെ ഭാഗത്തൊക്കെ ആയിട്ട് വെള്ളം എത്തുന്ന രൂപത്തിൽ പ്രത്യേകമായി ശ്രദ്ധയോടുകൂടിയാണ് മുഖം കഴുകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹു പൊരുത്തപ്പെടുന്ന രൂപത്തിൽ, സ്വഹീഹാകുന്ന രൂപത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എല്ലാ ഇഖ്ലാസും എല്ലാ ഓർമ്മയും അല്ലെങ്കിൽ എല്ലാ ശ്രദ്ധയും അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പരിശുദ്ധ റമളാൻ കൊണ്ട് വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്തത് വുളൂയിൽ രണ്ടാമതായി കഴുകേണ്ടത്, മുഖം കഴിഞ്ഞാൽ പിന്നെ രണ്ട് കൈകളാണ്. രണ്ട് കൈകളിൽ പ്രത്യേകം നമുക്കൊന്നും പറയാനില്ല. അതായത് രണ്ട് കൈ എന്ന് പറയുമ്പോൾ വിരലിൻ്റെ ഭാഗം മുതൽ കൈയിൻ്റെ മുട്ട് ഉൾപ്പെടെയുള്ള സ്ഥലമാണ്. മുട്ട് അടക്കമാണ് കൈ പറയുന്നത്. മുട്ട് വരെ എന്ന് പറഞ്ഞാൽ മുട്ടിൻ്റെ അതുവരെ വെള്ളം എത്തിക്കലല്ല, മുട്ടിൻ്റെ മുകളിലേക്ക് ഒരൽപ്പവും കൂടി കയറ്റിയിട്ട് കഴുകുമ്പോഴാണ് കൈ പൂർണ്ണമായി കഴുകിയെന്ന് ഉറപ്പ് കിട്ടുക. അതുകൊണ്ട് കൈ കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വിരലിൻ്റെ ഇടകൾ, വിരലിൻ്റെ മടക്കുകൾ,
ചുളിവുകൾ, അതുപോലെ കയ്യിലുള്ള രോമങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കയ്യിൻ്റെ സ്ഥലത്ത്, കയ്യിൻ്റെ ആ ഭാഗത്ത് എന്തെല്ലാം ഉണ്ടോ, നഖം അടക്കം എല്ലാം പൂർണ്ണാർത്ഥത്തിൽ കഴുകൽ നിർബന്ധമാണ്. അപ്പോൾ അത്ര ശ്രദ്ധയോടുകൂടി ചെയ്താൽ, സൂക്ഷ്മതയോടുകൂടി ചെയ്താലാണ് അവൻ്റെ വുളു സ്വഹീഹായി കിട്ടുക. അത്തരം കാര്യങ്ങളൊക്കെ ആ നിലക്ക് ഇസ്ലാം പഠിപ്പിക്കുന്ന നിലക്ക് ചെയ്യാനുള്ള തൗഫീഖിനെ അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.